മക്കളെ ഇതുപോലത്തുള്ള സിറ്റുവേഷൻസിൽ നിങ്ങളും പലപ്പോഴായിട്ട് വന്നിട്ടുണ്ട് അല്ലെ? ഷോക്ക് അടിക്കുകയോ അല്ലെങ്കിൽ ചൂടുള്ള സാധനത്തിൽ പെട്ടെന്ന് പോയി കൈവെക്കുമ്പോൾ നമ്മൾ സഡൻ ആയിട്ട് കൈവലിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ കാണുന്നതാണ് റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറയുന്നത്. സഡൻ ആയിട്ട് നടക്കുന്നതും അതുപോലെ ഇൻവോളണ്ടറി ആയിട്ട് നടക്കുന്നതും നമ്മൾ അറിയാതെ നടക്കുന്നതുമായിട്ടുള്ള ഒരു പ്രോസസ്സാണ് റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറയുന്നത്. ഈ ഒരു റിഫ്ലക്സ് ആക്ഷന്റെ പാത്വേനെയാണ് നമ്മൾ റിഫ്ലക്സ് ആർക്ക് എന്ന് പറയുന്നത്. എന്താണ് ഇവിടെ സംഭവിച്ചത് നിങ്ങൾ നോക്കുക. നമ്മുടെ ഈ ഒരാള് വന്ന് ഷോക്ക് അടിച്ച സമയത്ത് പെട്ടെന്ന് തന്നെ കൈവലിച്ചു. അപ്പൊ ഈ ഒരു ഷോക്ക് എന്ന് പറയുന്നതാണ് അവിടുത്തെ സ്റ്റിമുലസ്. അതിനനുസരിച്ച് ആ ഷോക്ക് ഏറ്റപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മുടെ സ്കിന്നിലുള്ള റിസപ്റ്റേഴ്സ് അതിനെ സ്വീകരിച്ചു. ആ മെസ്സേജ് നേരെ നമ്മുടെ ഈ ഒരു സെൻസറി ന്യൂറോണിലൂടെ നേരെ സ്പൈനൽ കോഡിലുള്ള ഇന്റർ ന്യൂറോണിൽ എത്തുകയാണ്. ഇന്റർ ന്യൂറോണിൽ നിന്ന് അത് മനസ്സിലാക്കി കൈ വലിക്കാനുള്ള മെസ്സേജ്, അതായത് റെസ്പോൺസ് ആക്ഷൻ ഇന്റർ ന്യൂറോൺ മോട്ടോർ ന്യൂറോണിന് കൊടുക്കുകയും ആ മോട്ടോർ ന്യൂറോൺ നേരെ നമ്മുടെ കയ്യിലുള്ള മസിലിന് ആ ഒരു മെസ്സേജ് കൊടുക്കുകയും റിലേറ്റഡ് ആയിട്ടുള്ള മസിൽ അല്ലെങ്കിൽ ഇഫക്റ്റർ മസിൽ അത് അറിഞ്ഞ് കയ്യിലെ മസിൽ കോൺട്രാക്ട് ചെയ്ത് കൈ വിത്ഡ്രോ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഒരു പാത്വേ ആണ് നിങ്ങളിവിടെ പഠിക്കേണ്ടത്. റിഫ്ലക്സ് ആക്ഷന്റെ ഈ ഒരു പാത്വേ ഓർത്ത് വെച്ചോളാം. ആദ്യം നമ്മുടെ സ്റ്റിമുലസ് വന്നു, റിസപ്റ്റേഴ്സ് അത് ഐഡന്റിഫൈ ചെയ്തു, സെൻസറി ന്യൂറോൺ, ഇന്റർ ന്യൂറോൺ, മോട്ടോർ ന്യൂറോൺ ആൻഡ് എഫക്റ്റർ മസിൽ. ഈ രീതിയിലാണ് റിഫ്ലക്സ് ആക്ഷനും പാത്വേയും പഠിക്കേണ്ടത്. അപ്പൊ ഇത് ക്ലിയർ ആയിട്ട് തന്നെ പഠിച്ചു വെക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലത്തെ കൂടുതൽ ഇൻഫോർമേറ്റീവ് അപ്ഡേറ്റ്സ് ആയിട്ട് വീണ്ടും വരാം.